അങ്ങനെ സ്വന്തം പാരൻസ് പിടിച്ചു വലിച്ചങ്ങ് ഉണ്ടായതാണ്. 10 വയസ്സാകുന്ന സമയത്ത് തൻ്റെ സ്വന്തം ബ്ലഡ് റിലേറ്റീവിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള അയാളിൽ നിന്ന് ഞാൻ അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം വാപ്പിമ്മി എന്നും കച്ചറയായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ചിന്തിക്കുന്നത് ഞാൻ തിരിച്ചു വരുമ്പോൾ ഉമ്മ ഉപ്പ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹക്കൂടിലേക്ക് വളരെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യാൻ. ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് മാനസികാരോഗ്യം എന്നത്. ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി നിലനിർത്തുന്നത് അവൻ്റെ മനസ്സാണല്ലോ. മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പ്രവർത്തനങ്ങൾ വ്യത്യസ്തമാണ്, വാക്കുകൾ വ്യത്യസ്തമാണ്. പലപ്പോഴും നമ്മളൊരു നോർമലി അങ്ങനെയുള്ള ആളുകളെ എന്നൊരു കൺസിഡർ ചെയ്യുകയോ അതല്ലെങ്കിൽ അവരുടെ അടുത്ത് നമ്മളെ ഒരു നോർമൽ ആളുടെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് പലപ്പോഴും പ്രതീക്ഷിക്കാറില്ല. പെട്ടെന്ന് എന്തോ ചില കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എന്തോ പ്രശ്നങ്ങൾ കൊണ്ട് അങ്ങനെയൊക്കെ പലപ്പോഴും താളം തെറ്റാറുണ്ട്. അപ്പം അങ്ങനെ സ്വാഭാവികമായിട്ടും താളം തെറ്റാൻ സാധ്യതയുള്ള അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു മേഖലയിലെ മനസ്സിൻ്റെ താളം തെറ്റാൻ നിമിത്തമാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മളോടൊപ്പം ഇന്ന് ബഹുമാനനായ സയ്യിദ് സാറാണ്, ഫാമിലി കൗൺസിലർ. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്യുകയും വ്യക്തമായ നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകാനും പലരെയും ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് കൊണ്ടുവരാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അള്ളാഹു ഇനിയും ആ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. സർ, ഇനിയൊരു ആമുഖമല്ല, നിങ്ങൾക്ക് ആരംഭിക്കാം. മനസ്സിൻ്റെ താളം തെറ്റാതിരിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് വേണം. അതുകൊണ്ടായിരിക്കും റസൂല് യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നുള്ള പ്രാർത്ഥന പഠിപ്പിച്ച്. അള്ളാഹുവിൻ്റെ 2 വിരലുകൾക്കിടയിലാണ് മനുഷ്യൻ്റെ ഖൽബ് എന്നുള്ളൊരു പ്രയോഗം കേട്ടിട്ടുണ്ട്. അതായത് ഇളകിക്കൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന, നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാവുന്ന ഒരു മനസ്സാണ് അള്ളാഹു നമുക്ക് നൽകിയത്. അപ്പോൾ അതിനെ ഇസ്തിഖാമത്തോടു കൂടി നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയ ചാലഞ്ചാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ ഫോണിൽ കൂടി കോണ്ടാക്ട് ചെയ്യണം. അപ്പോൾ അവർക്കൊരു കൗൺസിലിംഗ് വേണം. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറേ വേറെ പ്രയാസങ്ങളുണ്ട് കൗൺസിലിങ്ങിന് വരാൻ. അപ്പോൾ ഓൺലൈനായിട്ട് കൗൺസിലിംഗ് തരുമോയെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങളൊന്ന് വോയിസ് ഇടൂ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വോയിസ് ഇട്ടപ്പോൾ അവരുടെ പ്രശ്നം, അവരുടെ നോർമൽ ഒരു സ്റ്റാറ്റസ് ഡിസോർഡറിലേക്ക് പോകാനുണ്ടായ നിമിത്തം എന്താണെന്ന് വെച്ചാൽ 10 വയസ്സാകുന്ന സമയത്ത് തൻ്റെ സ്വന്തം ബ്ലഡ് റിലേറ്റീവിൽ നിന്ന്, രക്തബന്ധുവിൽ നിന്നുണ്ടായ ഒരു സെക്സ്വൽ അബ്യൂസാണ്, ലൈംഗികമായിട്ടുള്ള ഒരു ട്രോമയാണ് പ്രശ്നത്തിൻ്റെ കാതൽ. അവർ പറയുന്നു, എനിക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളുണ്ട്, നല്ല ഭർത്താവുണ്ട്, നല്ല മക്കളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മനസ്സമാധാനമല്ല. കാരണം എന്നെ ആ പ്രശ്നം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ഇതുപോലുള്ള ഒരുപാട് ഇവൻറ്റുകൾ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റിച്ച് കളയും. അപ്പോൾ ഈ താളം തെറ്റിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ കൂടുതൽ സൂക്ഷ്മത പുലർത്തണം. അതാണ് അതിനുള്ള ഏറ്റവും വലിയ പാഠം. എന്നാൽ ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഒരാളുടെ മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മൾ പഠന വിധേയമാക്കേണ്ടത്. കാരണം ആ കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിലും മക്കളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഒക്കെ അത് വരാതിരിക്കാനുള്ള ഒരു ജാഗ്രത അല്ലെങ്കിൽ ഒരു സൂക്ഷ്മത നമുക്ക് പുലർത്താൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ നാവ് തന്നെയാണ്. ഒരാളുടെ നാവ് കൊണ്ട് ഒരാളെ ഉയർത്താനും താഴ്ത്താനും ഇകഴ്ത്താനും തളർത്താനും ഒക്കെ പറ്റും, പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിനെ സൂക്ഷിക്കണം, അല്ലേ? 2 താടി എല്ലുകൾക്കിടയിലുള്ള ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു അവയവമാണത്. അത് ഒരു കത്തിയുടെ മൂർച്ചയേക്കാൾ മൂർച്ചയുള്ള ഒരു ഉപയോഗം അതുകൊണ്ടുണ്ട്. അപ്പോൾ ഒരാൾ മാനസികമായി തളർന്നു പോവാൻ അയാളിൽ നിന്ന് ഞാൻ അതൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഖൂലു ഖൗലൻ സദീദ എന്നുള്ള ഖുർആൻ്റെ പ്രയോഗമൊക്കെ നല്ലത് പറയാലും മിണ്ടായിരിക്കുക എന്നുള്ളതൊക്കെ അതിലുള്ളൊരു വലിയ മെസ്സേജാണ്. അപ്പോൾ വിശ്വാസി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും അള്ളാഹിനെ സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഫക്കീർ ഫഅമൽ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചിന്തിച്ച് പ്രവർത്തിക്കുക, ചിന്തിച്ച് സംസാരിക്കുക.
പലപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ വരുന്നുണ്ട്. കൂടിയാലോചനയൊന്നുമില്ലാതെ ആളുകൾ ഓരോന്നായിട്ട് പറഞ്ഞിട്ടേക്കും, പിന്നെ അതൊരു വിവാദമായിട്ട് മാറും. അവിടെ ഒരാളുടെ ഒരാൾക്കും വേദന ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആളുകളുടെ താളം തെറ്റിക്കുന്ന, അവരുടെ മാനസിക നില മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകാനുള്ള വലിയ ഒരു കാരണക്കാരൻ, ഒരു വലിയ വില്ലൻ യഥാർത്ഥത്തിൽ നാവ് തന്നെയാണ്. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ആരെങ്കിലും 2 തുടകൾക്കിടയിലുള്ള അവയവത്തിൻ്റെ കാര്യത്തിലും 2 താടി എല്ലുകൾക്കിടയിലുള്ള അവയവത്തിൻ്റെ കാര്യത്തിലും എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ജാമ്യം നിൽക്കാമെന്ന്. ആ ഒരു പ്രയോഗത്തിൽ എല്ലാം ഉണ്ട്. ഒന്നാമത്തെ താളം തെറ്റിക്കുന്ന വസ്തു അല്ലെങ്കിൽ അവയവം നമ്മുടെ നാവ് തന്നെയാണ്. നീ വേണമെങ്കിൽ കത്തികൊണ്ട് എന്നെ ഒരു കുത്തിക്കോ, അല്ലേ, മുറിവേൽപ്പിച്ചോളൂ, പക്ഷേ നാവ് കൊണ്ട് അത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സാർ, ഇത് പറയണ സമയത്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ കണക്ട് ചെയ്ത് പോകുമല്ലോ. 2 വർഷം കഴിഞ്ഞ് വിദേശത്തു നിന്ന് വരികയാണ്, അല്ലേ, 2 വർഷം അദ്ദേഹം അവിടെയാണ്. ആ 2 വർഷം അദ്ദേഹം കാത്തിരിക്കുന്നത് തൻ്റെ നാട്ടിലേക്ക്, ഭാര്യൻ്റെയും മക്കളുടെ അടുത്തേക്ക്, പാരൻസിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു നിമിഷമാണ്. അതെത്തി 2 ദിവസം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് അറിയാം, ആകെ ഒരു നിരാശ ബാധിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ പറയണ കിളിവാറി നടത്തും നമ്മൾ നോർമൽ, അതേപോലെ അങ്ങനെ നടക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ 2 വർഷവും ഞാൻ പ്രതീക്ഷിച്ച് എൻ്റെ വീട്ടിലേക്ക് വന്ന് എനിക്കൊരു മനസ്സമാധാനം ലഭിക്കുന്നതാണ്. പക്ഷേ വീട്ടിലെത്തിയപ്പോഴാണ് ഭാര്യൻ്റെ അടുത്ത് ഒരുപാട് വാക്കുകൾ, അതുപോലെ ഉമ്മൻ്റെ അടുത്ത് വേറൊന്ന്, എന്തിനാ ഞാൻ പോകുന്നത്, അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്ന ഈ നാവ് കൊണ്ടുള്ള ഒരിത്. അപ്പം അയാൾ അത്രയും കാത്തിരിക്കുന്നത് തൻ്റെ ഭാര്യൻ്റെയും അതുപോലെ മക്കളെയും രക്ഷിതാക്കളുടെയൊക്കെ അടുത്തേക്ക് എത്താനാണ്. പക്ഷേ ഈ നാവ് കൊണ്ടുള്ള ഉപദ്രവം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തന്നെ എന്ത് ചെയ്യാണ്, മടുപ്പിക്കുകയാണ്. ഇങ്ങോട്ട് പോരേണ്ടിയിരുന്നില്ല, അവിടെയാണെങ്കിൽ ഇതിനേക്കാൾ സമാധാനമായിരുന്നു, അല്പകാലം കുറഞ്ഞ സമയമൊക്കെ ലീവുള്ളൂ, പക്ഷെ ആ ഒരു സമയത്തൊരു നല്ലത് കേൾക്കാൻ എനിക്ക് കഴിയണില്ലല്ലോ, പരസ്പരം അങ്ങോട്ട് കുറ്റപ്പെടുത്തുന്നതല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നാവ് കൊണ്ടുള്ള പരിക്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വളരെയധികം മാരകമായി മുറിവേൽപ്പിക്കുന്ന സംഭവമാണ്. അത് മനസ്സിനല്ല, ജീവിതത്തിനെ തന്നെ മൊത്തത്തിൽ താളം കെടുത്തുന്നതാണെന്നാണ് നമുക്ക് പറയാൻ പറ്റുക. പിന്നെ നമ്മളെ താളം തെറ്റിക്കുക എന്ന് പറയുമ്പോൾ ഒരാൾ ആഗ്രഹിക്കുന്നത് സമതുലിതാവസ്ഥയാണല്ലോ, അല്ലെങ്കിൽ ശാന്തമായ ഒരു അവസ്ഥയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ശാന്തത കിട്ടണമെങ്കിൽ ആദ്യമായിട്ട് ശാന്തത ഉണ്ടാവേണ്ടത് പാരൻസിനാണ്. കഴിഞ്ഞ ദിവസം ഒരു കേസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു കുട്ടിയുടെ സ്വഭാവ വൈകല്യമാണ്. അപ്പോൾ ആ സ്വഭാവ വൈകല്യത്തിൻ്റെ റൂട്ട് കോസിലേക്ക് എത്തുമ്പോൾ ബോധ്യമായത്, ഭാര്യ ഗർഭം ധരിച്ച സമയത്ത്, ഈ കുട്ടിയെ ഗർഭം ധരിച്ച സമയത്ത് സ്വന്തം ഉമ്മ അവളെ നിർബന്ധിച്ചു. കാരണം 1ാമത്തെ കുട്ടിയും 2ാമത്തെ കുട്ടിയും തമ്മിൽ ഗ്യാപ്പില്ല. അപ്പോൾ ഈ ഉമ്മ ഇതിനെ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അബോർട്ട് ചെയ്യാൻ വേണ്ടി, സ്വന്തം ഉമ്മ കാരണം ആ കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പോറ്റേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഉമ്മക്ക് വരും. ആ ഒരു കാരണങ്ങൾ കൊണ്ട് ഈ പെണ്ണിനെ നിരന്തരം ഹറാസ് ചെയ്തുകൊണ്ടിരുന്നു ഉമ്മ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗർഭധാരണ വേളയിൽ ഈ സ്ത്രീ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, അതുപോലെ തുടർന്ന് ഭർത്താവിൻ്റെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലും ഉണ്ടായിട്ടുള്ള പീഡനങ്ങൾ, ഇതൊക്കെയാണ് ഈ പ്രശ്നത്തിൻ്റെ ഒരു ആദി കൂട്ടിയത്, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാവിറ്റി വർദ്ധിപ്പിച്ചത് എന്നുള്ളത് ആ കാര്യം പഠിച്ചപ്പോൾ. അതായത് ഇപ്പോൾ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളൊക്കെ പലപ്പോഴും ഗർഭധാരണ സമയത്ത് ഒരു ഉമ്മ അല്ലെങ്കിൽ ഭാര്യ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് പുറത്തേക്ക് വരുന്നപ്പോഴാണ്. അതാണല്ലോ കേൾവി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല നേരത്തെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഖുർആൻ്റെ ഒരു ഭാഷ്യമാണ്. അപ്പോൾ ഈ കേൾവി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് പറയുന്നതും ചീത്ത പറയുന്നതും കുട്ടി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലാണെങ്കിലും ശരി, അതൊക്കെ അവിടെ എന്ത് ചെയ്യാണ്, രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പുറത്ത് വരുന്ന സമയത്ത് മാത്രമേ ആ കുട്ടിക്ക് പിന്നെ പ്രതികരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മയും ഉപ്പയും തമ്മിൽ ഭാര്യാഭർത്താക്കന്മാരായി ജീവിക്കുമ്പോൾ ഒരു നല്ല മാനസിക സന്തുലിതാവസ്ഥ വീട്ടിലുണ്ടാവണം. അവർ തമ്മിൽ കോറൽ ചെയ്യുമ്പോൾ, അവർ തമ്മിൽ കലഹിക്കുമ്പോൾ, ആ കലഹിക്കുന്നത് കുട്ടിയുടെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്നുണ്ട്. കാരണം വാപ്പിമ്മി എന്നും കച്ചറയായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടി ചിന്തിക്കുന്നത് ഉപ്പിമ്മയും നല്ല അവസ്ഥയിലാവുമോ,
ഞാൻ തിരിച്ചു വരുമ്പോൾ ഉമ്മ ഉപ്പ നല്ല അവസ്ഥയിലാവുമോ? ഇത് അവനെ അലട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ആ കുട്ടിയെ അലട്ടിക്കൊണ്ടിരിക്കും. കാരണം കുട്ടി ആവശ്യപ്പെടുന്നത് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ആ സെക്യൂരിറ്റി ഫീലിംഗ് ആദ്യം കിട്ടേണ്ടത് സ്വന്തം വീട്ടിൽ നിന്നാണ്. പിന്നെ സ്കൂളിൽ നിന്നും അധ്യാപകരിൽ നിന്നും സമൂഹത്തിൽ നിന്നൊക്കെ കുട്ടിക്ക് കിട്ടണം. അപ്പോൾ ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ നഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ അത് അബ്നോർമൽ സ്റ്റാറ്റസിലേക്ക് പോകാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന കലഹങ്ങളും പ്രശ്നങ്ങളുമാണ്. മാതാപിതാക്കൾ വീട്ടിലെ എത്രത്തോളമാണോ നമ്മളൊക്കെ പെരുമാറുന്നത് അതാണ് കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്യുക. അതിൽ യാതൊരു സംശയമില്ല. കലഹിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന രക്ഷിതാക്കളാണെങ്കിൽ ആ കുട്ടികൾക്കൊരു സുരക്ഷിതത്വം ഉണ്ടാവില്ല. മാത്രമല്ല ഇത് എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ക്ലാസ് റൂമുകളിൽ കാണാൻ പറ്റും. ആകെ ഡെസ്പായി നിരാശ ബാധിച്ച് നിൽക്കുന്ന കുട്ടികൾ. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 40-45 കുട്ടികൾ അല്ലെങ്കിൽ 50 കുട്ടികളൊക്കെ ഉണ്ട്. ഈ 50 കുട്ടികളെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമുക്ക് ഏതെങ്കിലും ഒരു കുട്ടി എന്നും ഇങ്ങനെ നിരന്തരമായ ഒരു അബ്നോർമൽ രൂപത്തിൽ നിൽക്കുകയാണെങ്കിൽ അവനെ പേഴ്സണലി ഒന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% കുട്ടികൾക്കും പറയാനുള്ളത് വീട്ടിലെ പ്രശ്നങ്ങളാണ്. ഒന്നുകിൽ സെപ്പറേറ്റഡ് ഫാമിലിയാണ്, ഇനി ആരുടെടുത്തേക്കാ കൂടേണ്ടത്, ഉമ്മൻ്റെ ഭാഗത്ത് കൂടാൻ ഉമ്മ നിർബന്ധിക്കുന്നു, ഉപ്പൻ്റെ ഭാഗത്ത് കൂടാൻ ഉപ്പ നിർബന്ധിക്കുന്നു, ഞാൻ എന്താ ചെയ്യുക എന്ന് പറയുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലെ നമ്മുടെ ഓരോ പ്രവർത്തനം, ഉപ്പൻ്റെയും ഉമ്മൻ്റെയും രക്ഷിതാക്കളുടെ പ്രവർത്തനങ്ങൾ തീർച്ചയായും മക്കളുടെ മാനസികാരോഗ്യത്തെ നന്നായിട്ട് ബാധിക്കേണ്ടത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല സർ, ഇവരുടെ 2 പേരുടെയും കൂടെ ബാധിക്കേണ്ടതിൻ്റെ കൂടെ. തീർച്ചയായിട്ടും ഈ കാറിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് നിരന്തരം തർക്കിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്കൊരു നല്ലൊരു സന്തുലിതാവസ്ഥ മാനസികമായിട്ട് നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ളത്. അത് മാത്രമല്ല, നമ്മളുടെ 2 സംഗതികളുണ്ട്. ഒന്ന് നെഗറ്റീവ് എനർജി, ഒന്ന് പോസിറ്റീവ് എനർജി. ഇപ്പോൾ ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിന് വേണ്ടി സുജൂദ് ഏറ്റവും കൂടുതൽ നിർവഹിക്കപ്പെടുന്ന ഇടമാണ് പള്ളി. പള്ളിയിൽ ആളുകളെ കുറ്റം പറയാതെ അള്ളാഹിനെ മാത്രം, ചില പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഉള്ള വൈബ് ഉണ്ടാവില്ല. കാരണം അവിടെ ആ പള്ളീൻ്റെ ഉള്ളിലും ഫിത്തന നടത്തുന്ന കുറേ ആളുകളുണ്ട്. ചിലപ്പോൾ ഒരു നിസ്കരിക്കാൻ വരുന്നുണ്ടാവും, പക്ഷെ ആ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ സഫിൽ തന്നെ നിന്നിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള പരദൂഷണങ്ങളും നമീമത്തും പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അള്ളാഹുവെ സ്മരിക്കപ്പെടാനുള്ളതാണ്. വിശുദ്ധ ഖുർആൻ പാരായണം നിർവഹിക്കപ്പെടുന്നതാണ്. ധാരാളമായിട്ട് സുജൂദ് നിർവഹിക്കപ്പെടുന്നു. അപ്പോൾ അവിടെ എന്തുണ്ട്? അള്ളാഹുവിൻ്റെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്, ഒരു സംശയമില്ല. സോ അവിടെ എന്താ ഉള്ളത്? ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. പോസിറ്റീവായിട്ടുള്ള അനുകൂലമായിട്ടുള്ള ഒരു ഊർജം ആ പള്ളിയിലുണ്ട്. എന്തുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടികളിൽ നിങ്ങൾ കൂടുതൽ നിൽക്കരുതെന്ന് പറഞ്ഞത്? അങ്ങാടിയിൽ ആരാളുള്ളത്? പൈശാചികതയാണ്. അവിടെ നെഗറ്റീവ് എനർജിയാണുള്ളത്. അപ്പോൾ ആ എനർജിയുടെ സിസ്റ്റത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് തിന്മ ചെയ്യാനുള്ള ഒരു ലൈസൻസ്, ഒരു പെർമിസീവ്നെസ് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടും. കാരണം അവിടെ കൂടുന്ന അത്തരത്തിലുള്ള ഇൻസ്റ്റിഗേഷൻസ്, മോശപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പ്രചോദിപ്പിക്കുന്ന ഒരു മാഹൗല് അവിടെ ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ബാപ്പയും ഉമ്മയും തമ്മിൽ നിരന്തരം അടിപിടി കൂടുമ്പോൾ അവിടെ ഒരു ഓറ, സൈക്കോളജി പറയുക ഓറ എന്നാ, AURA, അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് ഒരു പ്രഭാവലയം. അതിൽ നെഗറ്റീവാണ് ഉണ്ടാവുക. അപ്പോൾ ആ നെഗറ്റീവ് തന്നെ ഈ കുട്ടിക്ക് കിട്ടുക. അതന്നെ ആവും കുട്ടി അതിൻ്റെ പ്രൊഡക്റ്റായിട്ട് മാറും. അതുകൊണ്ടാണ് കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കണം, നല്ല ശിക്ഷണം കൊടുക്കണം. ലാ തജഅലു ബുയൂതകും മഖാബിർ ഇന്ന ശൈത്താന യൻഫിറു മിനൽ ബൈത്ത് അല്ലതി തുഖ്റഹു ഫീ സൂറത്ത്. ഇതൊക്കെ വെറുതെ അതിൻ്റെ ഒരു മനഃശാസ്ത്ര എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് അള്ളാഹുവിൻ്റെ ദിക്ർ കൊണ്ട് ധന്യമായ വീട്. ഇന്നത് പോയി, ഇന്ന് സോഷ്യൽ മീഡിയ ഡിസ്കഷൻസാണ് കാര്യമായി നടക്കുന്നത്. അപ്പോൾ അവിടെ ആളുകളെ കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്, ഒരിക്കലും ഒരാൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. ഇത് ആണും പെണ്ണും ഉപ്പയും ഉമ്മയും മക്കളും എല്ലാവരും അവരുടെ പ്രൈവറ്റ് സോണിൽ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിന് റെസ്റ്റില്ലല്ലോ, കിടന്നുറങ്ങുന്നവരേ കാണുകയാണ്. സ്വാഭാവികമായിട്ടും പിശാചിന് ഏറ്റവും നല്ല ഒരു ഇടം ആ വീട്ടിലുണ്ടായി അല്ലേ? ബിസ്മില്ല ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാച് നിരാശനാവെന്ന് പറയുമ്പോൾ പിശാചിന് അവിടെ സ്പേസ് ഇല്ല. എന്നാൽ പിശാചിന് സ്പേസ് കൊടുക്കുന്ന കർമ്മങ്ങളിലാണ് നമ്മളൊക്കെ വ്യാപൃതരായത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്. അപ്പോൾ അത് നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളാണെങ്കിലും മാനസികാരോഗ്യമാണെങ്കിലും ഒരു ഡിസോർഡറിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ടോക്കുകൾ. ടോക്കുകളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ബോധപൂർവമായ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവുക, വിശുദ്ധ ഖുർആൻ്റെ പാരായണങ്ങൾ ഉണ്ടാവുക, പ്രാർത്ഥനകൾ അത് നിരന്തരമായിട്ട് വീടുകളിൽ നിന്ന് മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, രക്ഷിതാക്കൾ
രക്ഷിതാക്കൾക്ക് വേണ്ടി മക്കൾ പ്രാർത്ഥിക്കുക, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ ആകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവിടെ ഒരു നല്ല നല്ല മനസ്സുള്ള ആളുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് അനുഭവമാണ് പറയുന്നത്. ഒരു ഡൈവേഴ്സുമായി റിലേറ്റഡായ ഒരു കുടുംബ വിഷയം ഞാൻ ഡീൽ ചെയ്യാണ്. 3-4 കുട്ടികളുണ്ട്. വാപ്പയും ഉമ്മയും ഒക്കെ ഹൈലി പ്രൊഫഷണൽസാണ്. എന്നാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ പിണങ്ങുന്ന കാര്യങ്ങളാണ്, അകലുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ മക്കളുടെ മാനസിക ആരോഗ്യത്തെ അത് ബാധിക്കുകയാണ്. കുട്ടികൾ മാനസിക രോഗത്തിന് അടിമപ്പെടുകയാണ്. കാരണം അവർക്ക് റോൾ മോഡലാവേണ്ട ഉപ്പയും ഉമ്മയും തമ്മിൽ സംസാരിക്കുന്നത് എത്ര വർഷങ്ങൾക്ക് ശേഷമെന്നറിയോ? 10-25 വർഷങ്ങൾക്ക് ശേഷം. 25 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ച പാരൻസ് ഡിവേഴ്സിലേക്ക് നീങ്ങാനുള്ള ചർച്ചകൾ നടത്തുമ്പോൾ അതിൻ്റെ വിക്ടിംസ് ആവുന്നത്, അതിൻ്റെ ഇരകളാവുന്നത് ഈ 3 കുട്ടികളാണ്, 4 കുട്ടികളാണ്. സ്വാഭാവികമായിട്ടും അവരുടെ നോർമൽ ലെവല് അബ്നോർമാലിറ്റിയിലേക്ക് പോകും. കാരണം അവർക്ക് അവരുടെ ജീവിതം ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുകയല്ലേ. കാരണം കല്യാണം കഴിക്കപ്പെടുന്ന ഒരു കുട്ടിയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിക്കപ്പെടുമ്പോൾ എൻ്റെ ഉപ്പയും ഉമ്മയും തമ്മിൽ തെറ്റി പിണങ്ങി നിന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് എന്ത് റെസ്പെക്റ്റാണ് എന്നോടുണ്ടാവുക? എൻ്റെ മക്കൾ ഉണ്ടാകുന്ന സമയത്തുള്ള ഞാൻ എങ്ങോട്ടാ ചെല്ലുക? ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് അവരെ അലട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടി ആ ഒരു നല്ല അവസ്ഥയിൽ നിന്ന് മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകാൻ വലിയ കാരണങ്ങളൊന്നും വേണ്ട. ഡൈവേഴ്സ് എന്നുള്ളത് നമ്മൾ അങ്ങോട്ട് ഡൈവേഴ്സ് ചെയ്താൽ പോരെ. ആളുകൾ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. മക്കളൊക്കെ ആയതിനു ശേഷം, 3-4 മക്കളായതിനു ശേഷം ഡൈവേഴ്സിനെ കുറിച്ച് ഭാര്യാഭർത്താക്കന്മാർ സംസാരിക്കുന്നത് ഇന്ന് കൂടി വരികയാണ്. 50 വയസ്സ് 55 വയസ്സൊക്കെ ആയിട്ട് ഡൈവേഴ്സ് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ക്ഷമ എന്നുള്ള സംഗതിയില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു തആല എനിക്ക് നൽകിയ ജീവിതത്തിൽ ഒരു പരീക്ഷണമായി കാണാൻ സാധിക്കാതെ വരിക. എന്നിട്ട് സുഖം തേടിയിട്ട് ഓരോരുത്തരും യാത്ര പോവുക. അപ്പോൾ അവിടെ അനാഥമാവുന്നത് ഈ മക്കളാണ്. ബാപ്പി ഉമ്മി ഉണ്ടായിട്ട് അനാഥാവുകയാണ്. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായ? ഡൈവേഴ്സ് എന്നുള്ളത് ഒരാളുടെ താളം തെറ്റിക്കുന്ന കാര്യമാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെ, നിസ്സാര പ്രശ്നങ്ങൾക്ക് പരസ്പരം യോജിച്ച് മുന്നോട്ട് പോവാൻ പറ്റുന്ന കേസുകളായിരിക്കും മധ്യസ്ഥന്മാർ കൂടിയിട്ട് അതങ്ങോട്ട് പിരിച്ചാളാ. അവർക്ക് പറയാൻ വളരെ എളുപ്പമല്ലേ. പക്ഷെ അത് മുഖേന കണ്ണീര് തലമുറകളോളം സഹിക്കേണ്ടി വരികയാണ്. ഒരാളിൽ നിൽക്കൂല. കാരണം അവരുടെ അടുത്ത ജനറേഷനിലേക്ക് പാരൻറ്റിങ് എററായിട്ടത് മാറും. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം ഗൗരവത്തിൽ കണ്ട ഒരു സംഗതിയാണ് ഡൈവേഴ്സ് എന്നുള്ളത്. അതിന് 3 ഘട്ടങ്ങളൊക്കെ നിശ്ചയിച്ച് വെറുതല്ല, അത് ഇല്ലാതാക്കാനാണ്. മാതാപിതാക്കൾ ഡിവോഴ്സ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മാനസികാരോഗ്യം അത് ബാധിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. അതിലപ്പുറം സർ, അതിൻ്റെ കൂടെ പറയാനുള്ളൊരു കാര്യം, ഇത് ഈ ഡിവോഴ്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കൂട്ടത്തിൽ ഒരാൾ അത് പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ അവർ പാടെ മാനസികമായിട്ട് തകരുന്ന കാഴ്ചയുണ്ടാവും. അങ്ങനെയുള്ള ചില കേസുകളിലൊക്കെ നമുക്ക് ഇപ്പോൾ ഈ അടുത്ത ഒരു കേസ് ഒരു NPD കേസാണ്. NPD എന്ന് പറഞ്ഞാൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് ഭർത്താവ് അവന് ഫീൽ ചെയ്യാണ് ഐ ആം ഓക്കെ, 100% ഞാൻ ഓക്കെയാണ്. അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അയാൾക്ക് ഓക്കെയാണ്. ഭാര്യയെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല, മക്കളെ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. ഇയാൾക്കൊരു അഫെയർ ഉണ്ടായി, മുമ്പത്തെ ഒരു ക്ലാസ്മേറ്റാണ്. അപ്പോൾ ആ കുട്ടിയെ ഇയാൾക്ക് വിവാഹം കഴിക്കണം. അപ്പം നിലവിലുള്ള ഭാര്യയെ ഒഴിവാക്കണം. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഭാര്യ, സ്വന്തം ഭാര്യ, കല്യാണം കഴിക്കപ്പെട്ട ആ ഭാര്യ, അവൾ ഒരിക്കലും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് പോകാൻ തയ്യാറല്ല. അത്രമാത്രം ഈ പെൺകുട്ടി ഇയാളെ സ്നേഹിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ സ്വന്തം പാരൻസ് പിടിച്ചു വലിച്ചുകൊണ്ടായതാണ്. സത്യത്തിൽ ഇയാൾ രോഗിയാണ്. അതേ ഞാൻ പറഞ്ഞത്. ഇത് സ്വാഭാവികമായിട്ടും കുട്ടികളേറെ അവരുടെ മനസ്സ് തളർന്നുവല്ലോ. ഈ സംഭവം ഇപ്പോൾ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് ആ മാതാപിതാക്കൾ കൊണ്ടുവന്ന രംഗത്തിന് സാക്ഷി നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രാജഡി അല്ലേ. ഇതൊക്കെ അവർ ചിന്തിക്കണ്ട. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണം. അത് പാരൻസ് കൂടി അറിയണം. ചില രക്ഷിതാക്കൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ മക്കളെപ്പോഴും ന്യായീകരിക്കും. സ്വന്തം മക്കളിലുള്ള ന്യൂനതകൾ, വൈകല്യങ്ങൾ തിരിച്ചറിഞ്ഞ് അവരെ തിരുത്താനാണ് പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അത് അധ്യാപകർ എന്നുള്ളവർക്ക് നമുക്കറിയാം. കുട്ടികളുടെ എന്തെങ്കിലും മിസ്റ്റേക്സ് പറഞ്ഞാൽ
ഈ രക്ഷിതാക്കൾ വന്നിട്ട് കുട്ടികളെ ന്യായീകരിക്കുന്നത് കാണാറുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഒരു കാരണമാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും അല്ലേ, നമ്മൾ ഇപ്പോൾ ഈ ഡിവോഴ്സ് ആവുന്ന സമയത്ത് രണ്ടും മക്കൾ മാനസിക നില തെറ്റുന്നു. അതുപോലെ ഇതിൽപ്പെട്ട ഒരിക്കലും ഇത് പ്രതീക്ഷിക്കാത്ത ഒരാളാണെങ്കിൽ അവർക്ക് ഒരിക്കലും, അത് ഭാര്യയാണെങ്കിൽ ഭാര്യ, ഭർത്താവാണ്, തിരിച്ചു രണ്ടും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഇടപെട്ട ഒരു കേസിൽ വരുന്നത് ഈ ഭർത്താവിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയണില്ല. അവൾ എന്നെ ഒരിക്കലും വിട്ടുപോകില്ല, ഞങ്ങൾ അത്രയും നല്ലൊരു ബന്ധമാണല്ലേ നമുക്കുള്ളത്. എന്നിട്ട് ഇയാൾ സ്വാഭാവികമായിട്ടും മനസ്സ് തെറ്റി അവസാനം പിന്നെ ഒരു സൈക്കാട്രി ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥയും മെഡിസിൻ എടുക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ. ഇവിടെയും ചില ആളുകൾ ബോധപൂർവം മധ്യസ്ഥരായി വന്നിട്ട് പെണ്ണിനെ കൊണ്ടുപോകാറില്ലേ, അങ്ങനത്തെ വില്ലന്മാരും ഉണ്ട്. അത് നമ്മൾ അറിയേണ്ടതാണ്. ഒരു മീഡിയേറ്റർ റോളിലൊക്കെ വന്നിട്ട് പിന്നെ ഈ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് കോപ്പ് കൂട്ടുന്ന ആളുകളുണ്ട്. അതായത് പിശാചിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണെന്ന് വെച്ചാൽ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പിണക്കുക എന്നുള്ളതും തെറ്റിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അതാണ് അതിൽ ഉള്ള നമ്മുടെ പാഠം. അടുത്ത എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പം മനസ്സിനെ താളം തെറ്റുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ ചോദിച്ചത്. ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഒരു സംശയമില്ല. ലഹരി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് ഈ അടുത്ത് ഞാനൊരു കേസ് ഡീൽ ചെയ്തു. അതിൽ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയ എന്താണെന്ന് വെച്ചാൽ ഒരു വാപ്പയും മകനും കൂടിയാണ് കൗൺസിലിങ്ങിന് വരുന്നത്. ഈ വാപ്പയുടെ ഒരു കിഡ്നി ഈ മകന് വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായിട്ട് 10-35 കൊല്ലമായിട്ട് ഇയാൾ മദ്യപാനിയാണ്. മദ്യപാനി എന്ന് പറഞ്ഞാൽ ആ എഡിക്ഷൻ്റെ ഒരു 3rd സ്റ്റേജോ 4th സ്റ്റേജിലോ അയാൾ എത്തിയാണ്. കാരണം അതില്ലെങ്കിൽ ഇയാൾക്ക് വിറയൽ വരും, അസ്വസ്ഥത ഉണ്ടാകും, അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ലഹരി എന്നുള്ള വസ്തു ഉപയോഗിച്ചിട്ട് ഈ വ്യക്തി കുടുംബത്തിൽ വന്ന് ഉമ്മയോട്, അതായത് സ്വന്തം ഭാര്യനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നാട്ടുകാരോടൊക്കെ പൈസ വയ്ക്കുന്നു. എന്താണ് ഇയാൾ ചെയ്യുന്നത് ഇയാൾക്കറിയില്ല. ആ കുടുംബത്തിൻ്റെ മൊത്തം അഭിമാനമാണ് വ്രണപ്പെടുന്നത്. ഈ പയ്യൻ, അവന് ഒരു കിഡ്നിയേ ഉള്ളൂ, അത് വാപ്പ കൊടുത്തതാണ്. അപ്പോൾ ആ വാപ്പയോട് അടങ്ങാത്ത സ്നേഹം ആ മകനുണ്ട്. എന്ത് പറഞ്ഞാലും വാപ്പ അംഗീകരിക്കില്ല. അപ്പോൾ അതൊരു സ്റ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു രോഗമായി മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തി, നിങ്ങളെ വാപ്പ ഒരു രോഗിയാണ്, നിങ്ങൾ ഉപദേശിച്ചിട്ട് കാര്യമല്ല, ചീത്ത പറഞ്ഞിട്ട് കാര്യമല്ല, കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. സത്യത്തിൽ അയാൾ രോഗിയാണ്. അതാണ് ഡി അഡിക്ഷൻ സെൻറ്റർ. ഇപ്പോൾ ചെറുകര പോലെയുള്ള ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഇത്തരം രോഗികളെ കൊണ്ടുപോയി 21-28 ദിവസം ട്രീറ്റ് ചെയ്ത് പിന്നെ തുടർന്ന് നല്ല ഒരു മാഹവിൽ അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, പുനരധിവസിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇസ്ലാമികമായ മാഹവിൽ അതിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇന്ന് മനസ്സിൻ്റെ താളം തെറ്റിക്കുന്ന കാര്യമാണിത്. അയാൾ പറഞ്ഞു എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട, ഞാൻ ഓക്കെയാണ്, ഇവർ പറയണതൊന്നും ശരിയല്ല. പക്ഷേ ആ കുടുംബത്തിൽ മക്കൾക്കും പേരക്കുട്ടികൾക്കും എല്ലാവർക്കും പ്രശ്നക്കാരനാണ് ഈ വാപ്പ. അയാൾ അധ്വാനിക്കുന്ന പൈസ മുഴുവൻ എടുത്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ഉപയോഗിക്കുന്നത്. കൂടാതെ മറ്റുള്ളവരോട് കടം ചോദിക്കുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികൾ ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള ലഹരികളല്ലല്ലോ, രാസലഹരികൾ വർദ്ധിച്ച ഈ കാലത്ത് അതിൻ്റെ ചെറിയ കാലത്തിൻ്റെ ഉപയോഗം കൊണ്ട് തന്നെ അത് ഈ കഞ്ചാവ് ഒന്ന്, രണ്ടാമത്തെ എം ഡി എം എ കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഈ ഡയറക്റ്റായിട്ട് ബ്ലഡിലേക്കാണ് എത്തുന്നത്. ഈ ബ്ലഡിനെ അത് ബാധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ന്യൂറോ സിസ്റ്റത്തെ, നമ്മുടെ ഞരമ്പിൻ്റെ വ്യൂഹത്തെ അത് ബാധിക്കുകയാണ്. പിന്നെ അയാൾ മാനസിക രോഗിയായിട്ട് ഭ്രാന്തനായിട്ടാണ് മാറുന്നത്. ഇത് പലപ്പോഴും കുട്ടികൾക്കറിയില്ല. കുട്ടികൾ തമാശക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉല്ലാസവേളകളിലോ അല്ലെങ്കിൽ ഒരു ത്രില്ലിന് വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് തുടങ്ങുക. ഒരു രസത്തിനാണ് തുടങ്ങുക. തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർത്താൻ പറ്റില്ല. കാരണം അത്ര മാരകമായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഈ ലഹരി വസ്തുക്കൾ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. വൺസ് അവർ അക്കസ്റ്റംഡ് ആയാൽ, അതിലേക്ക് ചെന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുട്ടികൾ പണം കവരുന്നത്, മോഷണം നടത്തുന്നത്. ഈ മോഷണം എന്നുള്ളത് പോലും യഥാർത്ഥത്തിൽ എന്താണ്, ഒരു മാനസിക വൈകല്യമാണ്. ഇപ്പോൾ കുട്ടികളെ നമ്മൾ അടിക്കാറുണ്ട്. കളവ് പറഞ്ഞു അല്ലെങ്കിൽ കളവ് നടത്തി. കളവ് നടത്തുന്നതും കളവ് പറയുന്നതും മാനസിക രോഗാവസ്ഥയിലേക്കുള്ള ഒരു പോക്കാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവണ്ട. ഈ ഒരാളെ കളവ് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് അയാളിൽ വൈകല്യമുണ്ട്. അപ്പോൾ അവിടെ ഈ കുടുംബത്തിൽ പാരൻറ്റിങ് ഇഷ്യൂസ് ഉണ്ടാവും, അല്ലെങ്കിൽ സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടാവും. പല പ്രശ്നങ്ങളിലും നിന്നുള്ള ഒരു ഒളിച്ചോട്ടാണ്, ഒരു എസ്കേപ്പ് മെക്കാനിസമാണ് ഈ സ്റ്റീലിംഗ് ഹാബിറ്റ് എന്നുള്ളത്. ചില ആളുകൾ കളവ് ചെയ്യുന്നത് അവർക്ക് പോലും അറിയില്ല. ഇപ്പോൾ ഒരു ഡോക്ടറുടെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ജെനുവിനായി നല്ല നോബിൾ ഫാമിലിയിലുള്ള ഒരു ലേഡി ഡോക്ടറാണ്.
അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ കല്യാണ വേദികളിലൊക്കെ പോകുമ്പോൾ അവിടെ നിന്നൊക്കെ ഒരു പവൻ്റെ ചെറിയ കുട്ടികളുടെ മാല അവർ അറിയാതെ മോഷ്ടിക്കും. എന്നിട്ട് വീട്ടിലെത്തി നോക്കുമ്പോൾ ഒരുപാട് അത്തരം മാലകളുണ്ട്. ഇതാ സ്റ്റോർ ചെയ്ത് വെച്ചാൽ അവർ പോലും അറിയില്ല. അതാ ഞാൻ പറഞ്ഞു, ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞ ആ രോഗാവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആ കർമ്മത്തിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ OCD എന്നുള്ള സാധനം ഉണ്ടല്ലോ, വസ്വാസ് എന്നുള്ള സാധനം, നിരന്തരമായിട്ട് ഇപ്പോൾ കുളിക്കുകയാണെങ്കിൽ കുളിച്ചുകൊണ്ടേ ഇരിക്കുക, വുളു എടുക്കുകയാണെങ്കിൽ വുളു എടുത്തുകൊണ്ടേ ഇരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു കേസ് എത്തിയത്, ഒരു സഹോദരൻ ആൾ എന്നോട് പറഞ്ഞു, എനിക്ക് ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല, പക്ഷെ ഒറ്റ ആയിട്ട് നിസ്കരിക്കുമ്പോൾ എനിക്ക് മുഴുവനാക്കാൻ പറ്റില്ല. അങ്ങനെ ഇയാളും ഞാനും ഒന്നിച്ച് നിസ്കരിക്കാൻ വേണ്ടി പോയ സമയത്ത് അയാൾ നിസ്കാരത്തിൽ നിന്ന് നിൽക്കുന്നില്ല. അതായത് അത്രമാത്രം അയാൾ ഒബ്സസീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോയിട്ട് മണിക്കൂറുകൾ ചിലവഴിക്കുന്ന ചില പേഷ്യൻസ് ഉണ്ട് അല്ലേ. ഇതിൻ്റെ ഒരു ബാക്ക് ഫയൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ കുടുംബജീവിതത്തിലോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലോ ഇത്തരത്തിലുള്ള പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ വളരെ മാരകമായി മനസ്സിനെ ബാധിക്കുന്ന ചില ട്രോമകൾ, മുറിവുകൾ, ഷോക്കുകൾ, പേടികൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതാണ് ഘട്ടം ഘട്ടമായിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. ഒപ്പം പൈശാചികമായിട്ടുള്ള ആ ഒരു പ്രേരണ കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഒരുപാട് കാരണങ്ങൾ ഇതിൻ്റെയൊക്കെ ഉണ്ട്. ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് യുവതലമുറ, വിദ്യാർത്ഥികൾ ഒരിക്കലത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് ഉപയോഗിക്കാനുള്ള ടെൻഡൻസി അവരിലേക്ക് വരികയും അതിൻ്റെ വളരെ കുറഞ്ഞ കാലം കൊണ്ടുള്ള ഉപയോഗം കൊണ്ട് തന്നെ മാനസിക നില തെറ്റുകയും അവസാനം ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള ASPD പോലെയുള്ള പേഴ്സൺസായിട്ട്, വ്യക്തികളായിട്ട് പെരുമാറും. അഥവാ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, വെറുതെ അനാവശ്യമായി കലഹങ്ങൾ ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ബന്ധുക്കളെ വരെ ഒരു മനസ്സലിവില്ലാതെ തന്നെ ക്രൂരമായി പീഡിപ്പിക്കാനും വധിക്കാനും ഒക്കെ, ഇതൊന്നും അവരുടെ ഒരു സ്വന്തം മനസ്സിന് അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ആ നിലയിലേക്കൊക്കെ എത്തിക്കാൻ മനസ്സിനെ താളം തെറ്റിക്കുന്നതിൽ ലഹരി വസ്തുക്കൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില കുട്ടികളൊക്കെ പഠനം പെട്ടെന്ന് നിർത്തും അല്ലേ. അപ്പോൾ എന്തോ കാരണങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ മുടങ്ങി, ഒരു 8ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 10 കഴിഞ്ഞു, പിന്നെ പോകുന്നില്ല. അപ്പോൾ അക്കാഡമിക്കലി ബുദ്ധിപരമായിട്ട് ലേണിംഗ് ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, ബുദ്ധിപരമായിട്ട് വീക്ക്നെസ് ഉണ്ട്. ഇവർ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവരുടെ വൈഫ് നല്ല സ്റ്റാറ്റസ് ഉള്ള, നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്. അപ്പോൾ അവിടെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വർക്കൗട്ട് ചെയ്യും, അതായത് അപകർഷതാബോധം. അതായത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ആ ഒരു മാച്ച് മിസ്സിങ് ആവുകയാണ്. അപ്പോൾ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ അപകർഷതാബോധം ഇത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലാകുന്നുണ്ടോ? അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരുമായിട്ടുള്ള മെറിറ്റൽ ലൈഫ് മീറ്റ് ചെയ്യാൻ പറ്റില്ല. അവരെ കണ്ടാലും അവരുമായിട്ട് സംസാരിച്ചാലും ഒന്നും പെട്ടെന്ന് നമുക്ക് ബോധ്യമാവില്ല. സംശയരോഗങ്ങൾ പോലും, ഇപ്പോൾ ഈ അടുത്ത് വന്നൊരു കേസിൽ സംശയരോഗം തുടങ്ങിയിട്ടുണ്ട്. ഈ സംശയരോഗത്തിൻ്റെ റൂട്ട് കോസ് അവിടെയാണ് കിടക്കുന്നത്. അക്കാഡമിക്കലി അയാൾ എന്താണ് ഡ്രോപ്പ് ഔട്ടാണ്. പല കാരണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും അക്കാദമികമായിട്ട് അവർ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞത് നമ്മൾ പിന്നെ അതിന് കുറേ തലങ്ങളുണ്ടല്ലോ. എല്ലാ സംഗതികളും പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കമൻ്റായിരിക്കും ചിലപ്പോൾ അവരുടെ താളം തെറ്റിച്ച്. അപ്പോൾ അധ്യാപകരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അടുത്ത് ഒരു പിന്നെ കുട്ടി, ഞാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടി, അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുകയാണ്. ആ സമയത്ത് അവളോട് ഒരധ്യാപിക ചെയ്ത അനീതി, മോശപ്പെട്ട പെരുമാറ്റം, ഇന്നും ആ കുട്ടിയുടെ മനസ്സിൽ ആ നീരസം പോയിട്ടില്ല. അതായത് വളരെ റിസ്ക് പേറിക്കൊണ്ടാണ് ഗർഭം ധരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, പഠനം പൂർത്തീകരിക്കാൻ വേണ്ടി കോളേജിലേക്ക് വരുന്നത്. ആ സമയത്ത് അവൾക്കൊരു സപ്പോർട്ടീവ് ആറ്റിറ്റ്യൂഡാണ് അധ്യാപികയിൽ നിന്ന് അവൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അവളെ ഒറ്റപ്പെടുത്തുന്ന രൂപത്തിലുള്ള പരാമർശങ്ങൾ ഈ അധ്യാപികയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് അവൾ പറയുന്നത്. ഇത് അധ്യാപനം എന്ന ജോലിയോട് തന്നെ ഒരു തരം തിരസ്കരണം, അല്ലെങ്കിൽ അതെനിക്ക് ഇനി വേണ്ട. നല്ല ടാലൻറ്റഡായ, നല്ല കഴിവുള്ള ഒരു കുട്ടിയാണ്, അവൾക്ക് നല്ലൊരു അധ്യാപിക ആവാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ട് നീ ഒരു അധ്യാപിക ആയില്ല എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് എന്ത്, അധ്യാപനം തന്നെ എനിക്ക് എടുത്തു, കാരണം എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയൊരു ട്രോമ വേറെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഈ
നടത്തുന്ന പരാമർശങ്ങളോ പെരുമാറ്റങ്ങളോ ഒക്കെ ചില ആളുകളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്നും നമ്മൾ സൂക്ഷിക്കാറില്ല. നമ്മൾ തമാശ പോലും അങ്ങനെ പറയരുതെന്ന് റസൂൽ എന്തിനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്? ഇരട്ടപ്പേര് വിളിക്കാൻ പാടില്ല അല്ലേ? ഇപ്പോൾ 10 ആളെ നമ്മൾ ഇരട്ടപ്പേര് വിളിക്കുമ്പോൾ ഒരു 3 ആൾക്ക് അത് റോങ് ആയിട്ട് ഫെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ജീവിതം താറുമാറാവാൻ അത് പോരെ? 7 ആൾക്കും പ്രശ്നം ചിലപ്പോൾ ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ അത്ര സൂക്ഷ്മമായ തലങ്ങൾ പോലും സ്പർശിക്കുന്ന മതനിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് എന്നുള്ള ആ ഒരു അത്ഭുതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾ. ഒരാൾക്കും നിങ്ങൾ മുറിവുണ്ടാക്കാൻ പാടില്ല. നിങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കരുത്. സമാധാനമാണ് നിങ്ങൾ. ഇപ്പോൾ ബാരക് ഒബാമയുടെ മക്ക വിസിറ്റിനെ കുറിച്ചുള്ള ഒരു സ്പീച്ച് ഞാനിങ്ങനെ കേട്ട്. അദ്ദേഹം തന്നെ നടത്തുന്ന ഒരു സ്പീച്ചാണ്. ആ ട്രാങ്കുലിറ്റി ഉണ്ടല്ലോ, നമ്മുടെ മക്കയിൽ ഹറമിലുള്ള ആ ഒരു ഐക്യദാർഢ്യം, ആ ഒരു സാഹോദര്യം, അവിടെയുള്ള ഒരു പീസ് ഓഫ് മൈൻഡ്, അമ്ന്, നിർഭയത്വം, ഇതിനൊക്കെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഇതല്ലേ. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഡിസോർഡറല്ല ഉണ്ടാവുക. എല്ലാവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള തേട്ടം എന്താണ്? മനസ്സമാധാനം വേണം. നമ്മളെല്ലാ കാര്യവും ചെയ്യണത് എന്തിനാണ്? മനസ്സമാധാനം കിട്ടാനാണ്. എന്നാൽ ബോധപൂർവം ഉള്ള സമാധാനം നഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാലോ, നഷ്ടപ്പെടുന്നതായിരിക്കും അതിൻ്റെ റിസൾട്ട്. എല്ലാവരും തേടുന്നത് ഹാപ്പിനെസ്സാണ്, മനസ്സിൻ്റെ സന്തോഷമാണ്. ആ മനസ്സമാധാനം, നമ്മുടെ സമാധാനം എത്രത്തോളം നമ്മൾ മുഖവിലക്കെടുക്കുന്നുണ്ടോ അതേ വിലയും നിലയും മറ്റുള്ളവരുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ നൽകണമെന്നാണ്. നമ്മുടെ ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ മറ്റൊരാളുടെ മനസ്സ് താളം തെറ്റുന്നൊരവസ്ഥ ഒരിക്കലും നമുക്ക് ആലോചിക്കാൻ സാധിക്കുന്നതല്ലല്ലോ. നമ്മുടെ മനസ്സ് താളം തെറ്റുന്നത് പോലെ തന്നെ മറ്റുള്ള മനസ്സ് താളം തെറ്റുന്നത് നമ്മളൊന്ന് കണ്ടു നോക്കൂ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളൊരു ചിന്തയാവട്ടെ നമ്മുടെ ചിന്തകൾ. നമ്മളായിട്ട് ഒരാളെ ഹേർട്ട് ചെയ്യുന്ന, പ്രയാസപ്പെടുത്തുന്ന, എന്നൊരു മാനസിക രോഗിയാക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്ന് വരില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. ഒരു പോയിന്റ്, തൊഴിൽ മേഖലയിലുണ്ടാവുന്ന പിരിമുറുക്കങ്ങൾ, സമ്മർദ്ദങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം SIR ബന്ധപ്പെട്ട് പിന്നെ ഇതിൻ്റെ ആളുകൾ ആത്മഹത്യ ചെയ്തത് BPOമാർ അല്ലേ, BLOമാർ ആത്മഹത്യ ചെയ്ത കേസ്. എന്താണ് അതിൻ്റെ മർമ്മം? അതായത് എനിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് ജോലി ചെയ്യാപ്പോൾ എൻ്റെ പ്രായം, എൻ്റെ പ്രകൃതം, എൻ്റെ ബുദ്ധി, എൻ്റെ മാഹവിലൊക്കെ നോക്കിയിട്ടാണ് ഞാനത് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ റേഞ്ചിലെത്താൻ പറ്റണമെന്നില്ല. അപ്പോൾ ഈ ഡ്യൂട്ടി നമ്മൾ കൊടുക്കുമ്പോൾ അതിനുള്ള ഒരു കാലാവധി കൂടി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് പിരിമുറുക്കം കൂട്ടുമല്ലോ. കാരണം ഇത് സമയബന്ധിതമായി കമ്പ്യൂട്ടറിൽ കൃത്യമായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിലൊരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എത്ര ആളോട് മറുപടി പറയണം? കാരണം ഒരാളുടെ രേഖയിൽ വല്ല മിസ്റ്റേക്കും വന്നാൽ ആരാണ് അതിൻ്റെ കസ്റ്റോഡിയൻസ്? ഈ രേഖപ്പെടുത്തുന്ന ആളുകളാണ്. അപ്പോൾ അത് തലയിൽ കയറിയിട്ട് തളം തെറ്റും. എൻ്റെ അടുത്ത് വന്നൊരു കേസിൽ അയാൾ സാധാരണ മനുഷ്യനാണ്. അയാളുടെ മാനസിക ഉത്കണ്ഠക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ SIR ആണ്. കുറേ ദിവസമായിട്ട് മൂപ്പർക്ക് ഉറക്കണ്ടാവുമോ? എല്ലാവരുടെ മനസ്സും ഒരുപോലല്ല. ചില ആളുകൾക്ക് ചെറിയ പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായിട്ട് മാറും. അതുകൊണ്ടാണ് ചില മരണവിവരങ്ങളൊന്നും ഡയറക്റ്റായിട്ട് പറയരുതെന്ന് നമ്മൾ പറയുന്നത്. ചില ആൾക്ക് തീരെ കഥല്ല, ഡോക്ടർമാർക്ക് പോലും കഥയില്ലായ്മയുണ്ട്. എൻ്റെ സ്വന്തം ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യമാണ്. കഥയില്ലാത്ത ഡോക്ടർമാരുണ്ട്. പേഷ്യൻറ്റിനോട് പറയാൻ എനിക്ക് ക്യാൻസറാണ് അല്ലേ, അപ്പോൾ ആ ഷോക്കോടുകൂടി മരണപ്പെടും. എല്ലാവരുടെ മനസ്സും ഒരേ ലെവലല്ല ഉള്ളത്. അതുകൊണ്ട് മരണവാർത്തൊക്കെ അറിയിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്ന് മയപ്പെടുത്തി ഇൻഡയറക്റ്റായിട്ട് അസുഖം വന്നിട്ടുണ്ട്, കുറച്ച് സീരിയസ് ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്, മൈൽഡായി കൊടുത്തിട്ട് പിന്നെ ഡോസ് കൊടുക്കുക. ഒരു ഇഞ്ചക്ഷൻ പോലും അങ്ങനെയല്ല കൊടുക്കുക. ഇഞ്ചക്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഒരു കുത്തിയിട്ട് സാമ്പിൾ കുത്തിയിട്ട് ഇവിടെ വല്ല തിണർപ്പും വരുന്നുണ്ടോ, ഒരു റൗണ്ടിൽ ഒരു മാർക്ക് ചെയ്യും അല്ലേ. ഈ ബാലപാഠം പോലും നമുക്കില്ല. അപ്പോൾ ആളുകൾ പിന്നെ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പോൾ നമ്മുടെ സൂക്ഷ്മതക്കുറവാണ് അതിന് കാരണം എന്നാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ച് സഡൻ ഡെത്ത്, ട്രാജഡീസ്, ഷോക്കിംഗ് ഇവൻറ്റ്സ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില മരണങ്ങൾ ചില ആളുകളുടെ താളങ്ങട് തെറ്റിക്കും. ഒരു ഉമ്മ 19 വർഷം ഒരു കുട്ടീനെ പോറ്റിയുണ്ടാക്കുകയാണ്. അതായത് ഭർത്താവ് മരണപ്പെടുന്ന 1.5 വയസ്സാവുമ്പോൾ ഈ കുട്ടിയുടെ, എന്നിട്ട് 19 വർഷം പോറ്റിയുണ്ടായിട്ട് 19 വർഷത്തിൽ കുട്ടി ഒരുത്തൻ്റെ കൂടെ ഒരു അന്യമതസ്ഥൻ്റെ കൂടെ ഒളിച്ചോടുകയാണ്. സ്വാഭാവികമായിട്ട് ആ ഉമ്മൻ്റെ താളം തെറ്റി. നമ്മളുടെ ഒരു പ്രതീക്ഷ, സ്വന്തം വിവാഹം പോലും നിർത്തിവെച്ചു. കാരണം
ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ഉമ്മ ആ യൗവനം മാറ്റി, ആ യൗവനം മാറ്റി വെച്ച ആ മകളാണ് എന്ത് ചെയ്യുന്നത്, വേറൊരുത്തൻ്റെ കൂടെ ഒരു ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അങ്ങോട്ട് പോകുന്നത്. അതോടുകൂടി ഉമ്മൻ്റെ താളം തെറ്റി. മനുഷ്യൻ്റെ മനസ്സിൻ്റെ താളം തെറ്റാൻ വലിയ കൂടുതൽ കാരണങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് എല്ലാ കാര്യങ്ങളിലും കൈകടത്തേണ്ടത്. മനസ്സിനൊരു ഉറപ്പും നിശ്ചയവും അതുപോലെ തന്നെ ഒരു മനക്കരുതൊക്കെ ഉണ്ടാവണമെന്ന് പറയണ്ടെങ്കിലും അത് എത്രത്തോളം നമുക്കൊക്കെ ഉണ്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഒരു സഡൻ ന്യൂസ് കേൾക്കുമ്പോൾ താളം തെറ്റിയ ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ബാധിച്ച് താളം തെറ്റിയ ആളുകളുണ്ട്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് വന്ന ഒരു അപകടത്തിൻ്റെ പേരിൽ നിത്യവും മനസ്സിൻ്റെ നില തെറ്റിയ ആളുകളുണ്ട്. കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ പരിസരത്ത് തനിക്ക് വേണ്ട ഏതോ ആളുകൾ ഇന്ന് താൻ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒരു സംഭവത്തിൻ്റെ പേരിൽ താളം തെറ്റിയ ആളുകളുണ്ട്. അത്ര നിസ്സാരമാണ് നമ്മുടെയൊക്കെ മനസ്സുകളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് മനസ്സിനൊരു കരുതൽ നൽകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം എന്നുള്ളതാണ്. ഇവിടെ ചൂരൽമല ദുരന്തം, അത് വിദൂരല്ലല്ലോ. ആ ദുരന്തം നടന്നതിന് ശേഷം ഞാൻ അതിൻ്റെ ക്യാമ്പ് സന്ദർശിക്കാൻ വേണ്ടി പോയിരുന്നു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട്. അന്ന് പലരുടെയും മുഖത്തുള്ള ആ ഒരു റിഫ്ലക്ഷൻസ് ഞാൻ ഇന്നും ഓർക്കുകയാണ്. അതായത് വർഷങ്ങളോളം അവർ കൊണ്ടു നടന്ന അവരുടെ വീട്, അവരുടെ തോട്ടങ്ങൾ, അവരുടെ സമ്പത്ത്, അതാണ് അപ്രത്യക്ഷമാകുന്നത്. ഒരു ട്രാജഡിയാണ്, ഒരു ദുരന്തമാണ്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ പെട്ടെന്നാണല്ലോ സംഭവിക്കുന്നത്, അപ്രതീക്ഷിതമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതോടുകൂടി പിന്നെ അവർക്ക് കിടക്കാൻ വീടില്ല, സംസാരിക്കാൻ അവരുടെ കൂട്ടുകുടുംബങ്ങളില്ല, സാമ്പത്തികമായിട്ടുള്ള എല്ലാം നഷ്ടപ്പെടുകയാണ്, ഭാവി ഇരുളടഞ്ഞതായിട്ട് മാറുകയാണ്. ഈ ഒരവസ്ഥ ഒരാളുടെ ലൈഫിൽ പെട്ടെന്ന് അങ്ങ് സംഭവിച്ചാൽ ലെവൽ തെറ്റും. അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ സഹായിക്കണം എന്ന് പറയുന്നത്, അല്ലേ? ഒരാളെ നമ്മൾ സഹായിക്കുമ്പോൾ, അത്തരം സന്ദർഭത്തിൽ സഹായിക്കുമ്പോൾ ഒരിക്കലും അവർ മറക്കില്ല. കാരണം ആരോരുമില്ലാത്ത ആൾക്കാണ് ഒരു കച്ചിത്തുരുമ്പായിട്ട് നമ്മൾ മാറേണ്ടത്. അതിന് ഇസ്ലാം വലിയ പുണ്യം കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയൊരു കർമ്മമാണ്. ഭക്ഷണം യാചിക്കാതെ പട്ടിണി കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലേ? എന്നാൽ സ്ഥിരമായിട്ട് യാചിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടറിഞ്ഞിട്ട് ഇത്തരം മേഖലകളിലൊക്കെ നമ്മുടെ ശ്രദ്ധ വരേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായിട്ട്. ലാസ്റ്റ് ഒരു മനസ്സിൻ്റെ ആരോഗ്യത്തിന് ഒരു സ്ഥിരത ലഭിക്കാൻ നമ്മൾ നിരന്തരമായി ചെയ്യേണ്ട ഒരു സൊല്യൂഷൻ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചതും ഞാൻ എപ്പോഴും അവലംബിക്കുന്ന കാര്യം അലാ ബിദിക്രില്ലാ തത്മഇന്നുൽ ഖുലൂബ്. നമ്മുടെ ജീവിതത്തിൻ്റെ അത്താണി അതാണ്. മനസ്സ് ശാന്തമാവാനുള്ള ഔഷധം വിശുദ്ധ ഖുർആനും അള്ളാഹുവിൻ്റെ ദിക്റും മാത്രമാണ്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൊണ്ട് മാത്രമേ നമ്മുടെ മനസ്സ് ശാന്തമാവുകയുള്ളൂ, അല്ലേ? ഖയാബത്തുൽ ജുബ് നമുക്കറിയാലോ, യൂസുഫ് അലൈഹി ഇസ്ലാമിനെ പൊട്ടക്കിണറ്റിലാണ് ഇട്ടത്. ആ സമയത്തും പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷയാണ് എനിക്ക് ജയിൽവാസമാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ആ ഭംഗിയുള്ള സ്ത്രീ തന്നെ വശീകരിക്കാൻ വേണ്ടി ശ്രമിച്ച സന്ദർഭത്തിലും യൂസുഫ് അലൈഹിസ്സലാം പിടിച്ചു നിന്നത് എൻ്റെ രക്ഷിതാവിൻ്റെ തൃപ്തിയും സന്തോഷമാണ് എൻ്റെ ലൈഫിൻ്റെ ലക്ഷ്യം. അതാണ് മനസ്സിൻ്റെ ശാന്തത. അവിടേക്ക് നമ്മൾ ഡെസ്റ്റിനേഷനായി കണ്ടാൽ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നമുക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. ഇന്നഫ്സ ല അമ്മാറത്തുൻ ബിസ്സു, യൂസുഫ് അലൈഹി സ്വലാമിൻ്റെ വാചകമായിട്ട് നമുക്ക് വിശുദ്ധ ഖുർആനിലെ യൂസുഫിൽ നിന്ന് കേൾക്കാൻ പറ്റും. മനസ്സ് എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് ഇങ്ങനെ പ്രേരണ നൽകുന്നതാണ്. അവിടെ നമുക്കുള്ള ശാന്തതയും സമാധാനം എന്ന് പറയുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്നാണ്. മനസ്സിന് സമാധാനം വേണോ, ശാന്തി വേണോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ്, വിശുദ്ധ ഖുർആൻ പാരായണങ്ങളാണ്. തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അത് ജീവിതത്തിൽ പകർത്തി നിരന്തരം അള്ളാഹുവിലേക്ക് അടുത്ത് ഏത് പ്രതിസന്ധിയും ഏത് പ്രയാസങ്ങൾ വന്നാലും നാഥനിലേക്ക് അത് ഏറ്റുപറഞ്ഞ് അള്ളാഹുവേ ഇതെല്ലാം ദൂരീകരിക്കണമെന്ന് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിൻ്റെ സഹായങ്ങളുണ്ടാവും. പരീക്ഷണങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മളൊക്കെ നേരിടേണ്ടി വരും. ആ പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹുവിലാണ് യഥാർത്ഥ അഭയം, തവക്കലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് തരുമാറാവട്ടെ. നമ്മുടെയൊക്കെ മനസ്സിനെ അള്ളാഹു ആ നല്ല നിലയിൽ നിലനിർത്തി തരുമാറാവട്ടെ. നാഥനിലേക്ക് അടുക്കുന്ന ഏത് പ്രയാസങ്ങളും അള്ളാഹുവിനോട് ഏറ്റുപറയുന്ന ആളുകളായിട്ട് മനസ്സമാധാനത്തോടുകൂടി ഈ ജീവിതത്തിൽ നിന്നും പരലോക ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ കൂടി അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.